നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ സ്കെൽറ്റൻ ഗാലറിയും ബേർഡ്സ് ഗാലറിയും കണ്ടു. ഇനി രണ്ടാം ഭാഗത്തിൽ മാമൽസ് ഗാലറിയും അസോർട്ടഡ് ഗാലറിയും നമുക്ക് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ഈ കാണുന്നതാണ് മാമൽസ് ഗാലറി. വിവിധ സസ്തനികളുടെ സംരക്ഷിച്ചു വെച്ച മാതൃകകളാണ് ഈ ഗാലറിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചെറിയ ജീവികളിൽ നിന്ന് വലിയ വന്യജീവികൾ വരെ ഇവിടെ കാണാം. ഓരോ ജീവിയുടെയും ശരീരഘടന, പ്രത്യേകതകൾ, ആവാസ വ്യവസ്ഥ, ജീവിത രീതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രദർശനത്തോടൊപ്പം നൽകിയിട്ടുണ്ട്. പ്രകൃതിയിലെ സസ്തനികളുടെ വൈവിധ്യം അടുത്തറിയാൻ ഈ ഗാലറി വളരെ സഹായകരമാണ്. ഏഷ്യൻ സോണിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന വിവിധ സസ്തനികളുടെ മാതൃകകൾ കാണാം. ആഫ്രിക്കൻ സോണിൽ സവാന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പ്രശസ്ത വന്യജീവികളുടെ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ സോണിൽ ഉത്തര ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ വിവിധ സസ്തനികളുടെ മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ സോണിലും ആ പ്രദേശത്തിന്റെ പ്രത്യേകതകളും അവിടെയുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥയും ജീവിത രീതിയും പരിചയപ്പെടുത്തുന്ന വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സസ്തനികളുടെ വൈവിധ്യം ഒരേ ഗാലറിയിൽ കാണാൻ കഴിയുന്നത് ഈ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അസോർട്ടഡ് ഗാലറിയിലെ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത വേഷവിധാനങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓരോ വേഷവും അതാത് പ്രദേശത്തിന്റെ സംസ്കാരത്തെയും ജീവിത രീതിയെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. നിറങ്ങളും അലങ്കാരങ്ങളും നോക്കുമ്പോൾ തന്നെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങൾ കാണാൻ കഴിയും. ഓരോ അസ്ഥികൂടവും ആ ജീവിയുടെ ശരീരഘടനയും ജീവിത രീതിയും അടുത്തറിയാൻ സഹായിക്കുന്നതാണ്. സാധാരണയായി കാണാൻ കഴിയാത്ത പല ജീവികളുടെയും ഘടന വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാം.
ഇനത്തിലുള്ള മത്സ്യങ്ങളെ സംരക്ഷിച്ചു വെച്ച ശേഖരമാണ് കാണുന്നത്. രൂപത്തിലും വലുപ്പത്തിലും നിറത്തിലും എത്ര വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഈ പ്രദർശനം വ്യക്തമാക്കുന്നു. അടുത്തതായി വിവിധ ഇനത്തിലുള്ള മരങ്ങളുടെ തടി, മരത്തിന്റെ മുറിച്ച ഭാഗങ്ങൾ എന്നിവയുടെ ശേഖരവും കാണാം. ഓരോ മരത്തിന്റെയും ഘടനയും പ്രത്യേകതകളും മനസ്സിലാക്കാൻ ഈ പ്രദർശനങ്ങൾ സഹായിക്കുന്നു. ഇതുകൂടാതെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിരവധി കൗതുകകരമായ ശേഖരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഭാഗവും സന്ദർശകരിലേക്ക് പുതിയ അറിവുകൾ പകരുന്നതിനോടൊപ്പം പ്രകൃതിയുടെ വൈവിധ്യം കൂടുതൽ അടുത്തറിയാനുള്ള അവസരവും നൽകുന്നു. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.